ചേട്ടൻ ഇതൊക്കെ വലിച്ചു പറിച്ചിട്ടാണ് ഇതില് സർവീസ് വർക്ക് ഉള്ളൂല്ലോ. ആ അല്ല ഫിൽറ്റേഴ്സ് ഒക്കെ മാറ്റല്ലേ? ആ അത്രേ അടുത്ത് തോന്നുന്നു. എന്നാലും സർവീസ് വർക്ക് അതല്ല, ഞാൻ പറഞ്ഞുതരാം. പീരിയോഡിക്കൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓയിലും ഫിൽറ്റർ മാത്രം മാറുന്നതല്ല പരിപാടി. മിക്ക ആളുകളുടെയും ധാരണയാണ് ഓയിലും ഫിൽറ്റർ മാത്രം മാറുക എന്നുള്ളത്. ഓയിൽ ഫിൽറ്റർ മാത്രം ചേഞ്ച് ചെയ്യാനല്ല പീരിയോഡിക്കൽ സർവീസ്. ഇതുപോലെ ഇപ്പൊ അയച്ചു കൊടുത്തിട്ടേക്കുന്നത് വെറുതെ അയച്ചു കൊടുത്തിട്ടേക്കുന്നതല്ല. നമ്മൾ പീരിയോഡിക്കൽ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതിനുശേഷം കസ്റ്റമറെ വിളിച്ച് പറഞ്ഞിട്ട് കംപ്ലൈന്റ്സ് ഉള്ളതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യിക്കണം. അതാണ് പീരിയോഡിക്കൽ സർവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓയിൽ വിടും, ഓയിൽ ഫിൽറ്റർ വിടും, എയർ ഫിൽറ്റർ വിടും, ഡീസൽ ഫിൽറ്റർ വിടും, അതുപോലെ തന്നെ 4 വീല് ബ്രേക്ക് വെച്ച് ക്ലീൻ ചെയ്യും, ബെൽറ്റുകൾ ചെക്ക് ചെയ്യും. ഇതിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഓയിൽ ലീക്ക് ഉണ്ടോ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഉണ്ടോ ഇന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, നമ്മൾ കസ്റ്റമർ ഇൻഫോം ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിലെ ഷോക്ക്, അതിൽ ഫ്രണ്ടിലത്തെ ഷോക്ക്, സസ്പെൻഷൻ സൈഡ്, ബെൽറ്റ്, ഡ്രൈ ബെൽറ്റുകൾ, ബാറ്ററി ചെക്കപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് പീരിയോഡിക്കൽ സർവീസ് എന്ന് പറയുന്നത്. സർവീസ് വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവളെ പോലെ തന്നെ പൊതുവെ എല്ലാവരുടെയും ധാരണ ഓയിൽ ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ പീരിയോഡിക്കൽ സർവീസ് ആയി എന്നുള്ളതാണ്. അതല്ല പീരിയോഡിക്കൽ സർവീസ്. നമ്മൾ A to Z കാര്യങ്ങൾ വണ്ടിയിൽ പൊക്കി നിർത്തി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്, ലിഫ്റ്റ് ഇല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ തറയിട്ടാണെങ്കിൽ 4 വീലും ജാക്കി വെച്ച് പൊക്കി വെച്ച് വീലൊക്കെ ഒന്ന് കറക്കി വെക്കി, ബെയറിംഗ് പോയിട്ടുണ്ട്, സസ്പെൻഷൻ പോയിട്ടുണ്ട്, ബെൽറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഓയിൽ ലീക്ക് ഉണ്ടോ, വാട്ടർ ലീക്ക് ഉണ്ടോ, അതുപോലെ കൂളിന്റെ അവസ്ഥ എന്താണ്, എഞ്ചിനിന്റെ അവസ്ഥ എന്താണ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ബ്രേക്ക് ഫ്ലൂയിഡ് അങ്ങനെ എല്ലാ ഏരിയാസും ഹെഡ്ലൈറ്റ് ലൈറ്റുകൾ വരെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിനാണ് പീരിയോഡിക്കൽ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. മിക്ക ആളുകളും വർഷം കൊണ്ട് ചേട്ടാ സർവീസ് വർക്ക് നമ്മളിതൊക്കെ അയച്ചു നോക്കുമ്പോൾ ഇതൊക്കെ അയച്ചു നോക്കണം, ഞാൻ സർവീസ് വർക്കിൽ വന്നു. ഇപ്പൊ അലീനെ ചോദിച്ച പോലെ തന്നെ സർവീസ് വർക്ക് അല്ല പറഞ്ഞു എന്തിനൊക്കെ കഴിക്കണേ എന്നാ ചോദിക്കണേ. അപ്പോൾ സർവീസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാര്യം കേട്ടോ. ഓയിലും ഫിൽറ്റർ മാത്രം മാറിക്കൊണ്ടുവന്നല്ല പീരിയോഡിക്കൽ സർവീസ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പീരിയോഡിക്കൽ സർവീസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതാണ് പീരിയോഡിക്കൽ സർവീസ് നമ്മൾ മനസ്സിലായോ? ഇനി ജോബ് കാർഡിനകത്തോട്ട് പീരിയോഡിക്കൽ സർവീസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടാ. എങ്കിലാണ് സർവീസ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുശേഷം കസ്റ്റമറോട് ഇൻഫോം ചെയ്ത് എന്തൊക്കെ പാർട്സ് കംപ്ലൈന്റ് ഉണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ അവര് അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനാണ് പീരിയോഡിക്കൽ സർവീസ്. വണ്ടിയുടെ A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ?